കുണ്ടറപ്പണിക്കരുടെ കരച്ചിൽ നിലവിളിയായി മാറും. ഇതുവരെ കീരിയും പാമ്പും പോലെ കഴിഞ്ഞിരുന്ന സഹോദര സഭകൾ, ക്രൈസ്തവ സഭകൾ കഴിഞ്ഞ ദിവസം BJP സർക്കാർ FCRA നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നു എന്ന് കേട്ട് പെട്ടെന്ന് സ്നേഹം മൂത്ത് വട്ടമേശ സമ്മേളനം നടത്തി കെട്ടിപ്പിടിച്ച് പിരിഞ്ഞു. സഭാതലത്തിൽ നമുക്ക് എന്തൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും ഇനി നമ്മൾ ഒന്നിച്ചു നിൽക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുമാർ എന്ന് മനസ്സിലാക്കിയ ഞങ്ങളുടെ കൂദാശ മാഫിയ സംഘങ്ങൾ ഒരുമിച്ചു. അവർ ഒരുമിച്ച് പ്രാർത്ഥനാ സംഗമത്തിനും പ്രതിഷേധ റാലികൾക്കുമൊക്കെ രൂപം കൊടുത്തു. അങ്ങനെ ആളാം വീതം ഓരോ ദിവസവും മാധ്യമങ്ങളിൽ വന്ന് ഞങ്ങളുടെ നൈറ്റ് വേഷധാരികൾ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടുന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ മാനം കളഞ്ഞ, ഏറ്റവും കൂടുതൽ കള്ളപ്പണം വ്യവഹാരത്തിനും പള്ളി പിടിച്ചു പറിക്കും, അടിപിടിക്കും, പാതിരിമാരുടെ വ്യഭിചാര കേസുകൾ ഒത്തുതീർപ്പാക്കാനും ഒക്കെ ചെലവഴിക്കുന്ന ഒരു സഭയായ ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം മെത്രാൻ ദിയസ്കോറോസ് എന്ന് പറയുന്ന ഒരു മെത്രാനാണ് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് കളത്തിലിറങ്ങിയത്. നമുക്കാദ്യം ഈ മെത്രാന്റെ സഭയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഏതാണ് ഈ സഭ? ഇത്രയും ആർജവത്തോടെ, ഇത്രയും വീര്യത്തോടെ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കുവാൻ യോഗ്യരാണോ ഈ സഭ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ കുറഞ്ഞ സമയം കൊണ്ട് അതിനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഞാൻ നടത്തുവാൻ പോകുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നിവർ അവകാശപ്പെടുന്ന കോട്ടയം കഞ്ഞിക്കുഴി ആസ്ഥാനമായുള്ള സഭയുടെ ജോൺ ചേട്ടൻ എന്നറിയപ്പെടുന്ന പഴയ ജോണി ഇന്ന് മെത്രാനായപ്പോൾ പേര് മാറ്റി ദിയസ്കോറോസ് എന്ന പേരുമായി ഉള്ള ആ പേരുകാരനാണ് ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ചില വീരവാദങ്ങൾ അടിച്ചത്. പക്ഷേ മെത്രാനെ ഇപ്രകാരം വീരവാദങ്ങൾ അടിക്കുമ്പോൾ ഒരു ആത്മവിചിന്തനം നടത്തണം, ഒന്ന് പുറകോട്ട് നോക്കണം. നിങ്ങളുടെ സഭ, നിങ്ങളുടെ ഉഡായിപ്പ് സഭ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്? ഇപ്രകാരം പറയുവാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ? ഇത് നിങ്ങൾ സ്വയം വിചിന്തനം ചെയ്യണം. ക്രിസ്തുവിൻ്റെ ദാസന്മാർ, അതല്ലെങ്കിൽ ഇടയന്മാർ എന്നൊക്കെ പറഞ്ഞു സ്വയം നടക്കുന്ന നിങ്ങൾ ഈ സകല തരികടകളും മ്ലേച്ഛതകളും തെമ്മാടിത്തരങ്ങളും മാമോൻ സേവകരുമായി മാറിയിട്ട് നിങ്ങൾ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തെ വെല്ലുവിളിക്കുവാൻ, അതും 5 മീറ്റർ തുണിയും അടിച്ചിട്ട് ഇറങ്ങിയാൽ നിന്നെ ഒന്നും വെറുതെ വിടില്ല എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇപ്രകാരം ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. ഇത് ഇവിടെയുള്ള അന്വേഷണ ഏജൻസികൾക്കും കേന്ദ്ര ഏജൻസികൾക്കും ഒക്കെ ഒരു റെഫറൻസായി എടുക്കാവുന്നതാണ്. ഞാൻ പറയുന്ന ഓരോ വാക്കിനും ഉത്തരവാദിത്തമുണ്ട്, അത് തെളിയിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. അതുകൊണ്ട് ഈ വെല്ലുവിളി നടത്തിയ ഈ മെത്രാന്റെ സഭയ്ക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. അതിനു വേണ്ടുന്ന സകല തെളിവുകളും രേഖകളും നൽകുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും കൂടി അറിയിക്കുന്നു. ഇനി ഈ സഭയെക്കുറിച്ച്, മാതൃസഭയായ യാക്കോബായ സഭാ വിഭാഗത്തെ വഞ്ചിച്ച് 1934 ഒരു കൊച്ചു കൈപ്പുസ്തകത്തിന്റെ സഹായത്താൽ കേസുകൾ അട്ടിമറിച്ച് 2017 ജൂലൈ 3 വിധിയോടുകൂടി യാക്കോബായ സഭ ഇല്ല എന്നൊരു വിധി ഇവർ കരസ്ഥമാക്കിയത് എങ്ങനെയാണെന്ന് ആദ്യം ഒരു അന്വേഷണം നടത്തണം. അതിൻ്റെ പിന്നിലെ പൊറാട്ട് നാടകങ്ങൾ, തട്ടിപ്പുകൾ, അതിൻ്റെ പിന്നിൽ നടത്തിയ ഇടപാടുകളെക്കുറിച്ച് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുവാൻ വന്ന ചെങ്ങന്നൂർ ഭദ്രാസനാധിപനായിരുന്ന തോമസ് മാർ അത്താനാസ്യോസ് എറണാകുളം പുല്ലേപ്പടി റെയിൽവേ ട്രാക്കിൽ എങ്ങനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്ന് അന്വേഷിക്കണം. അതിനു മുമ്പൊക്കെ അന്വേഷിക്കേണ്ടുന്ന പല പല കാര്യങ്ങളുണ്ട്. ഈ സഭയിലെ കാതോലിക്കന്മാരായിരുന്നവന്മാർ നടത്തിയ തീവെട്ടിക്കൊള്ളകൾ, മക്കളുണ്ടായിരുന്ന കാതോലിക്കന്മാർ, ആ അവിഹിതത്തിൽ മക്കളുണ്ടായ കാതോലിക്കന്മാർ ഈ സഭയുടെ സ്വത്തുക്കൾ കട്ടും മോട്ടിച്ചും പലർക്കായി വീതം വെച്ച് ഇന്ന് വലിയ അന്തസ്സുള്ള തറവാടുകാരായി നടത്തുന്ന ഇവരുടെ ഈ പണം എവിടുന്ന് വന്നു എന്ന് അന്വേഷിക്കണം. കാതോലിക്കയുടെ അതേ മുഖഛായയുള്ള ജാരസന്തതികൾ ഈ സഭയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് നിഷേധിക്കാൻ പറ്റും? അതിന് ധൈര്യമുള്ളവൻ മുന്നോട്ട് വരിക. ഒരു വക്കീൽ നോട്ടീസ് എങ്കിലും എനിക്ക് അയക്കാനുള്ള ധൈര്യം കാണിക്കുക. ആ മുതലുകളെ ഞങ്ങൾ കാട്ടിത്തരാം. അതുപോലെ ചില മൊത്തമൂറ്റുകാർ ഈ നാട്ടിലുണ്ട്. ഇവർക്കൊക്കെ പണം വന്നു ചേർന്ന ഈ സഭയുടെ പഴയ മെത്രാന്മാരും കാതോലിക്കന്മാരുടെയും ഒക്കെ കള്ളപ്പണം കൊണ്ട്
മൊത്തം മൂറ്റുകാരായി വർന്ന എത്രയോ ബ്ലേഡ് മാഫിയകൾ ഇന്ന് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. മെത്രാന്മാരുടെ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ആലപ്പുഴയിലെ പൊളിച്ചു കളയുവാൻ ഉത്തരവിട്ട കളിവീട് ഏതൊക്കെ മെത്രാന്മാരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അന്വേഷിക്കണം. അതുപോലെ തന്നെ കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്തിരിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ MD സ്ഥാപനങ്ങൾ വ്യാജരേഖ ചമച്ച് കൈക്കലാക്കിയ ആ പ്രമാണങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുവാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാർ ഒന്ന് ഓടിയാൽ മുഴുക്കത്തില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ മെത്രാന്മാർ പെടുമരണമടഞ്ഞ ക്രൈസ്തവ സഭ. ദുരൂഹ സാഹചര്യത്തിൽ എത്ര മെത്രാന്മാർ മരണമടഞ്ഞു. അതിൻ്റെയൊക്കെ പിന്നിൽ ഈ കള്ളപ്പണ ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണെന്ന് നാം തിരിച്ചറിയണം. ഇതിലൊക്കെ അന്വേഷണം ഉണ്ടാവണം. അതുപോലെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഇടുന്ന കണ്ണീരിൻ്റെ പണം വീഴുന്ന പരിമല സെമിനാരി, അവിടെ സെമിനാരി ഇല്ലെന്നിരിക്കെ പരിമല സെമിനാരി എന്ന് പേരിട്ട് ആ പരിമലയിൽ വീഴുന്ന ആയിരങ്ങളുടെ കണ്ണുനീർ കാശ് എല്ലാ ആഴ്ചയും ചാക്കിൽ കെട്ടി കടത്തിക്കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? ആ പരിമല ഇടവകക്കാരെ വെറും കൂടി നടപ്പുകാരാക്കി, കാതോലിക്ക അയക്കുന്ന ഒരു മാനേജരെ അതിൻ്റെ അധിപതിയാക്കി, അവിടെ വീഴുന്ന പണം ചാക്കിൽ വാരിക്കെട്ടി പരിമലയിൽ വീഴുന്ന കോടിക്കണക്കിന് പണം സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ഓഡിറ്റിങ്ങിന് പോലും വിധേയമാകാത്ത രീതിയിൽ കാതോലിക്കയുടെ ചില പ്രത്യേക വിവേചനാധികാരത്തിൽപ്പെടുത്തി ആ പണം എങ്ങോട്ട് പോകുന്നു? ആ പണം എങ്ങോട്ട് പോകുന്നു? എന്തിനു വിനിയോഗിക്കുന്നു? ഇന്ന് പരിമലയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് പരിമല ആശുപത്രി. ഈ പരിമലയിൽ വീഴുന്ന പണം ഈ പരിമല ആശുപത്രിക്ക് പോലും ഇവർ നൽകുന്നില്ല. കോടികൾ കടമെടുത്താണ് ആ പ്രസ്ഥാനം നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ വനഭൂമി, നൂറുകണക്കിന് ഏക്കർ വനഭൂമി പെരുന്നാട് ഉൾപ്പെടെ ഇവരുടെ കൈവശമുണ്ട്. അതുപോലെ ബാംഗ്ലൂരുവിലെ കുശാൽ നഗറിലുള്ള കോടികൾ വിലമതിക്കുന്ന ഭൂമി ആരും അറിയാതെ വിറ്റു. അതുപോലെ സഭയുടെ കോടിക്കണക്കിന് വില വരുന്ന വസ്തുക്കൾ അന്യാധീനപ്പെട്ട് ഇവർ ആരും അറിയാതെ വിറ്റ ആ വിഷയങ്ങളിലേക്കും അന്വേഷണം ഉണ്ടാവണം. അതൊക്കെ ആരൊക്കെ ചേർന്ന് മുക്കി എന്ന അന്വേഷണം ഉണ്ടാവണം. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാതിരികളുടെ പേരിൽ വ്യഭിചാരക്കുറ്റത്തിന് പിടിക്കപ്പെട്ട് കേസുകളുള്ള സഭയാണിത്. പ്രേക്ഷകർ ഓർക്കണം, കുമ്പസാരപ്പെടുന്ന കേസ് ക്രൈസ്തവ സമൂഹത്തിന്റെ മാനം കളഞ്ഞ ഒരു കേസായിരുന്നു അത്. ആ കുമ്പസാര പീഡനത്തിൽപ്പെട്ട 5 പാതിരികളെയും ഈ സഭ ഇന്നും സംരക്ഷിച്ച് കൃത്യമായ ശമ്പളം കൊടുത്ത് അവന്മാരെ പച്ചയായ മേച്ചിൽപ്പുറങ്ങളിൽ മേയാൻ വിട്ടിരിക്കുകയാണ്. ഒരു നടപടി പോലും എടുത്തിട്ടില്ല. അവന്മാർ ഇന്നും കൂതാശകളുമായി ഭവനവേതനവുമായി ഇന്നും ഈ പ്രസ്ഥാനത്തിൽ നടക്കുന്നു. ഇതുപോലെ ആഭാസന്മാരായ ഈ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരൊറ്റ പാതിരിമാരെ പോലും ഇവർ മാറ്റി നിർത്തിയിട്ടില്ല, കുപ്പാരം ഓടിപ്പിച്ചിട്ടില്ല. അപ്രകാരമുള്ള ആഭാസന്മാരെ ഒരു സംരക്ഷകനായ ഒരു മെത്രാനാണ് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ഇപ്രകാരമുള്ള ഗീർവാണം മുഴക്കിയത് എന്ന് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അയാൾക്ക് അതിനെ നിഷേധിക്കുവാൻ സാധിക്കുമെങ്കിൽ, പ്രാപ്തിയുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. അതുപോലെ നിലവിലെ സഭയുടെ കാതോലിക്ക എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ട്രസ്റ്റ് സ്വന്തം പേരിലുള്ള ഒരു മെത്രാനായിരിക്കാം. നമ്മുടെ അറിവിൽ ഏതാണ്ട് 16-ൽ പരം പാകൂട്ടിയുള്ള ട്രസ്റ്റുകൾ ഇയാൾക്കുണ്ട്. ട്രസ്റ്റുകൾ ഉണ്ടാക്കുക എന്നതാണ് ഇയാളുടെ ഹോബി. ഒരു സാധാരണ കാളവണ്ടിക്കാരൻ്റെ മകനായിരുന്ന ഈ മനുഷ്യൻ വന്നപ്പോൾ വിശ്വാസികൾ ആശ്വസിച്ച ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വന്ന ഇയാൾ ഒരു മാതൃകയാവുമെന്ന്. എന്നാൽ ഞങ്ങളുടെ ഈ മത്തായി മൂന്നാമൻ എന്നറിയപ്പെടുന്ന ഈ കാതോലിക്ക 2 കോടി രൂപയുടെ കസ്റ്റമൈസ് ചെയ്ത വെൽഫെയർ കാറിൽ മാത്രമേ സഞ്ചരിക്കൂ. ബെൻസുണ്ട്, മറ്റ് ആഡംബര കാറുകളുണ്ട്. പക്ഷേ ഇത്തരം ആഡംബര വാഹനങ്ങളിൽ മാത്രമേ ഇയാൾ സഞ്ചരിക്കൂ. ആഡംബരത്തിന്റെ ദൂരത്തിന്റെ പര്യായപദമാണ് ഇയാൾ. എന്തിനാണ് ഈ ആക്രാന്തം കാണിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കോടികൾ പിരിച്ചു. ആ കോടികൾ പിരിച്ച പണത്തിൽ ഒരു 10 പൈസ പോലും ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. മത്തായി മൂന്നാമ, ഓർത്തഡോക്സ് സഭയുടെ മത്തായി മൂന്നാമ, താങ്കൾ കേരളത്തിലെ ജനങ്ങളോട് പറയണം, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാസികൾക്ക് കൊടുക്കുവാൻ വേണ്ടി വിശ്വാസികളിൽ നിന്നും പിരിച്ച ആ പണം എവിടെ മുക്കി? അതുപോലെ അതിനു മുമ്പ് വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒക്കെ പലതരത്തിൽ സഭ പലതരത്തിലുള്ള പിരിവുകൾ നടത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ല. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സഭയുടെ കീഴിൽ 1000-ലധികം പള്ളികളുണ്ട്. ഈ 1000-ലധികം പള്ളികളുടെ കണക്ക് കാണിക്കുന്നത് ഒരേ ഒരു പാൻ നമ്പറിലാണ്. നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ഈ പാൻ നമ്പറിലാണ് ഈ അക്കൗണ്ടുകളെല്ലാം കാണിക്കുന്നത്. ഓരോരോ പള്ളികൾക്കും
പല പല പള്ളികൾക്കും പലതരത്തിലുള്ള കച്ചവട പരിപാടികളുണ്ട്. പാരിഷ് ഹാളുണ്ട്, വാടകയ്ക്ക് കെട്ടിടങ്ങൾ കൊടുത്തിട്ടുണ്ട്, പലതരത്തിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ പള്ളികളുമായി കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. എന്നാൽ 100-ൽ താഴെ പള്ളികൾക്ക് മാത്രമേ GST ഉള്ളൂ. ബഹുഭൂരിപക്ഷം 90% പള്ളികളിലും GST അടയ്ക്കുന്നില്ല. ഒരൊറ്റ പാൻ നമ്പറിലാണ് ഈ കച്ചവടങ്ങളെല്ലാം നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു 10-30 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ മാത്രം 100 കണക്കിന് കോടി രൂപ ടാക്സ് ഇനത്തിൽ തന്നെ ഈ ഓർത്തഡോക്സ് സഭ വെട്ടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരൊറ്റ പാൻ നമ്പറിൽ ഈ സഭയുടെ കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കെല്ലാം നിയമനം നടത്തി 100 കണക്കിന് കോടി രൂപ പ്രതിവർഷം കോഴയായി ഇവർ മേടിക്കുന്നുണ്ട്. ആ പണം എവിടേക്ക് പോകുന്നു? അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. അതുപോലെ തന്നെ മെത്രാന്മാരുടെ എല്ലാവരുടെയും പേരിൽ സ്വകാര്യ ട്രസ്റ്റുകളുണ്ട്. ഈ ട്രസ്റ്റുകളുടെ എല്ലാം പേരിൽ കോടിക്കണക്കിന് രൂപയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉണ്ട്. ഇതെല്ലാം ഇവർക്ക് എവിടുന്ന് കിട്ടി? ഉടുതുണിക്കും മറുതുണിയില്ലാതെ വന്ന കുടുംബങ്ങളിൽ നിന്ന് വന്ന ഇവന്മാർ കോടികളുടെ അധിപന്മാർ ആയത് എങ്ങനെയെന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം. അതുപോലെ കേരളത്തിന് പുറത്ത് ഇതിനെ മലങ്കര ഓർത്തഡോക്സ് സഭ എന്നാണ് പറയുന്നതെങ്കിലും കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രൂപത്തിൽ ഓരോരോ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് പല പല രീതിയിലാണ് ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടേക്കുന്നത്. അതുപോലെ നിരവധി ട്രസ്റ്റുകളും സ്വകാര്യ ട്രസ്റ്റുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നേരം വിശ്വാസികൾ കരുതുന്നത് ഇതെല്ലാം സഭയുടേതാണ് എന്ന് അവർ കരുതുമ്പോഴും ഇതെല്ലാം ഓരോരോ മെത്രാന്മാരുടെ സ്വകാര്യ ട്രസ്റ്റുകളായി 100 കണക്കിന് ഏക്കറുകൾ സ്ഥലങ്ങൾ, ആയിരക്കണക്കിന് കോടി രൂപ വരുന്ന 100 കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലുണ്ട്. അന്നേരം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും. അതുപോലെ ഈ മെത്രാൻ ഭരണം ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്ക ഉൾപ്പെടെയുള്ള മെത്രാന്മാർ അവർക്ക് ലഭിക്കുന്ന കൈമുത്ത്, ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ലഭിക്കുന്ന ഈ പണമൊക്കെ അവർ എങ്ങനെ ചിലവാക്കുന്നു, ഇതിനവർ ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്ന്. ഈ കാതോലിക്ക എന്ന് പറയുന്ന ഈ പദവിയിലിരിക്കുന്ന ഈ നൈറ്റിധാരി എവിടെയെങ്കിലും ഒരു കല്യാണത്തിനായിക്കോട്ടെ, ശവടക്കിനായിക്കോട്ടെ, ചുമ്മാ വീട്ടിൽ കയറിയാലായിക്കോട്ടെ, ഇയാളുടെ കൈമുത്തം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയ്ക്കും അതിന് മേളിലേക്കുമാണ്. ഒരു സ്ഥലത്താണെന്ന് ഓർക്കണം. ഇയാളുടെ ശേഷി അനുസരിച്ച് ഓടിച്ചാടി നടന്നാൽ ഒരു 10-20 സ്ഥലങ്ങളിൽ ഒരു ദിവസം പോകാം. എത്ര ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ വരുമാനമെന്ന് നോക്കുക. ഇതിനൊന്നും 5 പൈസ ടാക്സ് അടയ്ക്കുന്നില്ല. അതുപോലെ ഈ ചുവന്ന നൈറ്റിക്കാരോട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക അഭിനിവേശമാണ്. എന്തെങ്കിലും ഒരു ചടങ്ങ് വന്നാൽ, ഒരു കല്യാണമായിക്കോട്ടെ, മാമോദിസ ആയിക്കോട്ടെ, എന്തെങ്കിലും പരിപാടി ആയിക്കോട്ടെ, നമ്മൾ ഈ എഴുന്നള്ളിപ്പിന് ആനയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ ചുവന്ന നൈറ്റുധാരികളെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് ഒരു സുഖം കിട്ടുന്ന പരിപാടിയാണ് ഞങ്ങളുടെ കുഞ്ഞാടുകൾക്ക്. ഇപ്രകാരം വരുന്ന ഈ നൈറ്റിക്കാരന്മാർക്ക് മിനിമം 25,000 മുതൽ 50,000 രൂപയാണ് കൈമുത്ത്. കൂടെ വരുന്ന വാലുകൾക്കും കൊടുക്കണം ഇതുപോലെ. പക്ഷേ ഈ നൈറ്റിക്കാരന്മാർ ലഭിക്കുന്ന ഈ പണം എന്തിന് ഉപയോഗിക്കുന്നു? പണ്ടൊക്കെ നല്ല മെത്രാന്മാരുണ്ടായിരുന്നു, അവർക്ക് ലഭിക്കുന്ന പണം അവർ ചാരിറ്റിക്കും ഒക്കെ അവർ ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഈ കള്ള ബടുവകൾ ഇവന്മാർക്ക് കിട്ടുന്ന ഈ കണ്ണീരിൻ്റെ കാശ്, ഈ പാവപ്പെട്ട വിശ്വാസികളെ പിഴിഞ്ഞ കാശ് ഇവന്മാർ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് പുറത്തു പറയാൻ കൊള്ളില്ല. അപ്രകാരം ഞാൻ ഈ മെത്രാനെ ഒരു പരാമർശം നടത്തി എന്ന് പറഞ്ഞ് കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട്. ഞാൻ ആ വിളിച്ച പേര് കൃത്യമാണ് എന്ന് ഞങ്ങൾ തെളിയിക്കുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ അല്ല എന്ന് മെത്രാൻ കോടതിയിൽ തെളിയിക്കണം. ഇതിനിരയായ വിക്ടിംസ് ഇതാ കോടതിയിൽ അടുത്ത മാസം മുതൽ ട്രയൽ ആരംഭിക്കുകയാണ്. അവർ വരുമെന്ന് ഈ മെത്രാനെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് മെത്രാനെ ദിയസ്കോറോസ് മെത്രാനെ കുണ്ടറപ്പണിക്കരെ ഇപ്രകാരമുള്ള വാക്താരിയുമായി ഇറങ്ങുമ്പോൾ ഒന്ന് ആത്മവിശകലനം ചെയ്യണം, ഒരു ആത്മവിചിന്തനം നടത്തണം. ഞാൻ ഇതിന് അർഹനാണോ, എൻ്റെ സഭ ഇതിന് അർഹനാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം. അതുപോലെ ഇനി ഇറങ്ങാൻ പോകുന്ന ഓരോ നൈറ്റിക്കാരന്മാരും സ്വയം 10 പ്രാവശ്യം ചിന്തിച്ചിട്ട് ഇത്തരം പ്രസ്താവനകളുമായി പുറത്തേക്ക് വരാവൂ. ഇല്ലെങ്കിലും നിന്റെയൊക്കെ കട്ടയം പടും ഞങ്ങൾ വലിച്ചു കീറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം നിനക്കൊന്നും ഇത് തേച്ച് മായ്ച്ചു കളയാൻ സാധിക്കത്തില്ല. കാരണം പതിറ്റാണ്ടുകളായി നീയൊക്കെ നടത്തിയ തീവട്ടിക്കൊള്ളയുടെ കൃത്യമായ രേഖകളും വിശദാംശങ്ങളും ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഇത്രയും ഒക്കെ നടത്തിയിട്ടും FCRA നിയമഭേദഗതിയെ വെല്ലുവിളിച്ചുകൊണ്ട്
ഓർത്തഡോക്സ് സഭയുടെ ജോൺ ചേട്ടൻ എന്നറിയപ്പെടുന്ന പഴയ ജോൺ, ഇന്ന് ദിയസ്കോറോസ് എന്നറിയപ്പെടുന്ന ആ മെത്രാന്റെ ജൽപ്പനങ്ങൾ കാണാം. സഭയുടെ അക്കൗണ്ട്സ് എല്ലാം കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും കൃത്യമായി അത് സമർപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു വരുന്നു. അതുകൊണ്ട് തന്നെ സഭയ്ക്കിതിൽ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. എന്നാൽ നാളിതുവരെ ക്രൈസ്തവ സഭകളും മറ്റ് സമുദായങ്ങളൊക്കെ നടത്തി വന്നിരിക്കുന്ന പരിപാടികളെല്ലാം കൈകടത്തുന്ന രീതിയിലുള്ളതായ ചില പിരിമുറുക്കങ്ങൾ ഇതിനകത്തുണ്ടാകുന്നതായി മനസ്സിലാക്കുന്നു. അത് സഭയെ സംബന്ധിച്ച് ജനാധിപത്യ അവകാശങ്ങളിലുള്ളതായ കൈകടത്തലായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ഒക്കെ ഒന്ന് ചോദിച്ച് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടി രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി മൂല്യമുണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ജനാധിപത്യ ധ്വംസനം എന്ന രീതിയിലാണ് ആരോടും ഒന്നും പറയാതെ ചോദിക്കാതെ ഇങ്ങനെ നടന്നു വരുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും പിരിമുറുക്കി വിടുന്ന ഒരു കാഴ്ച കേരളത്തെ സംബന്ധിച്ചും നമ്മുടെ നാടിനെ സംബന്ധിച്ചും പല കാര്യങ്ങൾക്കും അവരുടെ ചട്ടങ്ങളിൽ അയവ് വരുത്തി കൊടുത്ത് എങ്ങനെയെങ്കിലും നാട് നന്നാകട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്താണ് ധാർമ്മികമായി മുന്നോട്ട് പോകുന്ന, അതുപോലെ തന്നെ ആതുര സേവനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന സമുദായങ്ങളുടെയും സഭകളുടെയും കടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ളതായ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്ന വഴി ഉണ്ടാകുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്തിനാണ് ഇങ്ങനെ കൂച്ചുവേലം കിട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അക്കൗണ്ട്സുകൾ പരിശോധിക്കുന്നതിന് ഇന്ന് മാത്രമല്ല ഇന്നലെയും തയ്യാറാണ്, നാളെയും അത് തയ്യാറാണ്. എന്നാൽ സഭ എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, എങ്ങനെ ചരിക്കണം, സഭയുടെ പ്രസിദ്ധീകരണങ്ങൾ വിശകലനം ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത് എന്ന ഒരു സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണത്. ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി മാറുന്നു എന്നുള്ളതാണ്. MCRയുടെ പുതിയ ചട്ടങ്ങൾ വീണ്ടും വീണ്ടും പുതുക്കി കഴുത്തിന് കത്തിവെക്കുന്ന രീതിയിലുള്ളതായ രീതി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവരുടെ നമ്പര് വളരെ കുറവാണ്. ക്രൈസ്തവര് ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. എന്നാൽ ക്രൈസ്തവർ ചെയ്യുന്ന നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന സംഭാവനകൾ അത് അതുല്യമാണ്. അതിൽ അസൂയ മുന്നിട്ട് വല്ലതാണോ ഇങ്ങനെ ചെയ്തതെന്ന് അറിയാൻ മേല. അതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ചെറിയൊരു സമൂഹം ഇത്ര നല്ല കാര്യങ്ങൾ പലയിടങ്ങളിലായിട്ട് ചെയ്തു വരുമ്പോൾ അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന പോലെ അങ്ങനെ തന്നെയാണ്. അതല്ലാതെ വേറെ നമ്പർ കൊണ്ടല്ല സാന്നിധ്യം അറിയിക്കുന്നത്. അതിനകത്ത് എന്താണ് ഇത്ര ഭയപ്പെടാനുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കേരളത്തിലെ BJP നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ഈ ചട്ടം ഭേദഗതി വരുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ സഭകളുമായിട്ട് തന്നെ ചർച്ചകൾ ഉണ്ടാകും. തീർച്ചയായും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് മുമ്പ് ഞങ്ങളെയൊക്കെ സമീപിച്ചിട്ടുള്ളത് ശരിയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പും പിമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുവാനായിട്ട് ആരെയും വിളിച്ചതായിട്ട് അറിയാൻ മേല. എന്തായാലും മലങ്കര ഓർത്തഡോക്സ് സഭയെ വിളിച്ചതായിട്ട് കാണുന്നില്ല. വിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിലപാടെന്ന് കരുതുന്നത്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒന്നും പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എന്തായാലും ഒരു കാര്യം ശരിയാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അധികം ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ദീനാനുഭവ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുന്നവരാണ്. തീർച്ചയായിട്ടും ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് അതുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ന്യൂനപക്ഷ സഭാംഗങ്ങൾ ഈ ഞങ്ങളെ സംബന്ധിച്ച് വിദേശത്തു നിന്നുള്ള എന്തെങ്കിലും പണം വരുന്നത് വിദേശികളുടെ പണം അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ നിന്ന് പോയി കഷ്ടപ്പെട്ട് അവിടെ ജീവിച്ചിട്ട് അവരുടെ വരുമാന മാർഗത്തിൽ നിന്ന് എന്തെങ്കിലും നാട്ടിലേക്ക് അയച്ചു തരുന്നതാണ് ഞങ്ങൾ ഇവിടുത്തെ ദീനാനുഭവ പ്രവർത്തനം അതിൽ ഉപയോഗിക്കുന്നത്. അതല്ലാതെ വിദേശ ഏജൻസികളുടെയോ അതല്ലെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും പണം കൊണ്ടല്ല ഇവിടെ ദീനാനുഭവ പ്രവർത്തനം നടത്തുന്നത്. സഭയുടെ മക്കളുടെ പണം കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് വരുന്നത്. കണക്കുകൾ പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം ഒരു വശത്തിരിക്കുക, ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളടക്കം അല്ലെങ്കിൽ പ്രവർത്തനം അതാണ് മനസ്സിലാകാത്തത്. കണക്കുകൾ പരിശോധിക്കുന്നതിന് കുഴപ്പമില്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ പരിശോധിക്കണമല്ലോ. നമ്മളൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് കൃത്യമായിട്ട് എല്ലാ കണക്കുകളും, അത് സഭയുടെ പൊതു കണക്കുകളായാലും ഇൻഡിവിജ്വൽ ഇടപാട് കണക്കുകളായാലും ആധ്യാത്മിക കണക്കുകളായാലും ദീനാനുഭവ പ്രവർത്തന കണക്കുകൾ
കണക്കുകളാലും കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നതാണ്. ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും സമർപ്പിക്കേണ്ട വേദികൾ അത് കൃത്യമായി സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച, ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നതും ഇങ്ങോട്ട് നടക്കുന്നതും എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചോണം എന്ന് പറയുന്ന ഒരു ഭീകര ജീവികളോടുള്ള പെരുമാറ്റം പോലുള്ളതായ ഒരു രീതി ഇതിനകത്ത് കാണുന്നുണ്ടെന്നാണ് കാണുന്നത്. ഒരു വല്ലാത്ത കൂച്ചുവിലങ്ങാണ് ആ കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരോടും, ഞങ്ങളെ കാണാൻ വന്ന ആളുകളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരോടും സംസാരിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം തേടിയതിന് ശേഷമേ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെന്ന് എനിക്കറിയാൻ മേല. ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയായിട്ട് അങ്ങനെ ആരും സംസാരിച്ചായിട്ട് എനിക്ക് ഒട്ടും അറിവില്ല. ചട്ടഭേദഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ നിർദ്ദേശം പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അത് അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പിഴ ഈടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ന്യൂനത കണ്ടാൽ പോലും അതിനകത്ത് ഭീമമായ രീതിയിൽ പിഴ ഈടാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും മുന്നോട്ട് പോകണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങളൊന്നും ചെയ്യേണ്ട. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ചെറിയ പിഴകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതൊക്കെ കറക്റ്റ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. എന്നാൽ അവിടെ പോലും നിങ്ങളുടെ മേൽ ഭീമമായ പിഴ ചുമത്തും എന്ന് പറയുന്ന ആ ഒരു പ്രവണത ആണ് നമുക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാത്തത്. അതിൻ്റെ അർത്ഥം സഭകളോ സമുദായങ്ങളോ ഒന്നും ദീനാനുഭവ പ്രവർത്തനങ്ങളൊന്നും അധികം ചെയ്യേണ്ട, അടങ്ങി ഒതുങ്ങി കയറി മൂലയിൽ കുത്തിയിരുന്നാൽ മതി എന്ന് പറയുന്ന ഇതിന്റെ മറ്റൊരു വെർഷനായിട്ട് കണ്ടാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. മതപരിവർത്തന വിഷയങ്ങളാണോ ഇതിന്റെയൊക്കെ ഒരു കാരണമായി? തീർച്ചയായിട്ടും ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. ആരെങ്കിലും ഒക്കെ ഫോഴ്സ് ചെലുത്തി മതപരിവർത്തനം നടത്തുവാണെന്നെങ്കിൽ അതിന് കൃത്യമായും ചോദ്യം ചെയ്യണം എന്നുള്ളത് ഉറപ്പാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഉണ്ട് ജനാധിപത്യത്തിൽ. ഒരു വ്യക്തിക്ക് അദ്ദേഹം ഇതുവരെ തുടർന്നു വന്ന ഒരു ശൈലിയിൽ നിന്ന് മറ്റൊരു ശൈലിയിലേക്ക് മാറണം, അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും തടസ്സപ്പെടുത്താൻ ഒക്കുമോ? മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഒരു ബിഷപ്പാണ് ഞാൻ. എനിക്ക് നല്ല അതുപോലെ അറിയാം, എൻ്റെ സഭയിൽ നിന്ന് ധാരാളം ആളുകൾ മറ്റു പല ഇടങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അതിനെ വേറെ രീതിയിൽ കണ്ടിട്ട് അതെല്ലാം ഇനി തടയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സഭയിൽ നിന്ന് പോകുന്നതിനെ ഒന്ന് തടഞ്ഞു നിർത്താനായിട്ട് ഉള്ള മാർഗങ്ങൾ കൂടി കൊണ്ടുവരാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇടയാകണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് സ്നേഹപൂർവ്വം പറയണം. ഇത് ഇന്ത്യയിലെ സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു സഭയാണിത്. അതുകൊണ്ട് മതപരിചയം പറയുമ്പോൾ ഒരു മതത്തിലോട്ട് മാത്രം മാറുന്ന കഥ പറയാതെ തിരിച്ചുള്ള കഥകൾ കൂടി പറയണം. ബൈ ഫോഴ്സിൽ എവിടെയെങ്കിലും അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ആ കാര്യത്തിൽ സഭകളുടെ മുകളിലും സമുദായങ്ങളുടെ മേലും ഒക്കെ അനാവശ്യമായി കയറി ചെല്ലുന്നത് സുഖകരമല്ല എന്ന് മാത്രം. തീർച്ചയായിട്ടും മറ്റ് ക്രൈസ്തവ സഭകളോട് ആലോചിക്കേണ്ടതുണ്ട്. ഇത് ക്രൈസ്തവകളോടും മറ്റ് സമുദായങ്ങളോടൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയമാണല്ലോ. വെറുതെ കയറി ഏതെങ്കിലും ഒരു സമൂഹം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നില്ല. മറ്റുള്ളവരോട് ആലോചിച്ച് ഉചിതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.